നാളെയാണ് ക്രിസ്മസ്. എടാ കരോളിന് പാടാൻ പാട്ടിട്ടുണ്ടോ? എന്റെ കയ്യിലായിട്ടുണ്ട്. മല്ലിക വാണന്റെ അമ്പുകളോ മാമന്റെ മുണ്ടുകളോ. മാമന്റെ മുണ്ടല്ല, മാമന്റെ കോണ. എടാ മക്കളെ, നാളത്തെ പോക്കിന് ഉദ്ദേശം നിങ്ങൾക്ക് അറിയോ? കരോളല്ലേ നമ്മളെ പ്ലാൻ അതല്ലേ, കരോളിന് പോവാ, അടിച്ചു പൊളിക്കുക. എടാ മണ്ടന്മാരെ, ഒരു 10,000 വട്ടം ഞാൻ പറഞ്ഞതാ നാളത്തെ പോക്കിന് ഉദ്ദേശം എന്താന്ന് നിങ്ങൾക്ക് രണ്ടാക്കറിയോ? മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെ നമുക്ക് കക്കലാണ്. ആ കക്കലിന്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെ നടക്കുന്നത് നമ്മൾ കരോളിന് പോവുക, അതിനിടയിൽ കക്കുക. അതാണ് നമ്മളുടെ മെയിൻ പ്ലാനിങ്. വല്ലതും ഓർമ്മയുണ്ടോ? എന്തൊക്കെ പറഞ്ഞാലും കൃഷ്ണത്തപ്പൂപ്പന്റെ വേഷം ഞാൻ തന്നെ കിട്ടും. എടാ ഗുരുവായൂർ അപ്പൂപ്പൻ, എടാ ക്രിസ്മസ് അപ്പൂപ്പനടാ. ബോസ് എന്തായാലും ക്രിസ്മസ് അപ്പൊ വേഷവും കേട്ടോണ്ട. ഞാൻ ഇൻവൈറ്റർ അല്ലേ, മറ്റേ ആരോടും അങ്ങനെ അധികം സംസാരിക്കാത്തൊരു വ്യക്തി, ഇൻവൈറ്റർ. എടാ പൊട്ടന്മാരാജ് ഇൻവിജിലേറ്ററാണ്. നോക്കടാ നോക്ക്, ഞാൻ എന്നോട് അന്നേരം പറഞ്ഞിക്കില്ല ഇത് എനിക്കാണ് ചേരുന്നത്. കണ്ടറാ ഒരു പരിപാടി നടക്കുന്നുണ്ടോ ഈ ഒരു വേഷത്തിൽ പോയിട്ട്? ഒരു പ്ലാനും പൊട്ടിയിട്ടില്ല. പക്ഷെ ഈ ബലൂൺ പൊട്ടാൻ ചാൻസ് ഉണ്ടല്ലോ. തന്നാണല്ലോ കഴിഞ്ഞ 3-4 പരിപാടി ഇനി ഒറ്റൊരുത്തം കാണാൻ പൊട്ടിയത്. പക്ഷെ ഈ പരിപാടിയും കൂടി ഇനി പൊട്ടിച്ചിരിക്കുന്നെങ്കിൽ അല്ല മോനെ, ഇനി എന്താ പ്ലാന്? കിട്ടോ പ്ലാൻ ഉണ്ട്. ഇവിടുന്ന് വളവ് തിരിഞ്ഞ് 3-ാമത്തെ ഒരു വീടുണ്ട്. അതൊരു പൂത്ത പണക്കാരൻ്റെയാണ്. ഇന്ന് രാത്രി നമ്മൾ അവിടെ കട്ടിയിരിക്കും. അടിക്കല്ലോ. നമുക്കിപ്പോ കരോള് നടത്തിയാലോ? അതിനുമാടുത്ത് അപ്പൂപ്പനില്ലാലോ. അതിന്റെ അച്ചാച്ചൻ കുമ്പ കാണാറുണ്ട്. അപ്പൂപ്പല്ലേ പോന്നെ, ഞാനേ കൂട്ടോ? ഒരു കാരണവശാലും തിരിഞ്ഞു നോക്കരുത്. സംഭവം പൊടിഞ്ഞു. തിരിഞ്ഞു നോക്കി ഏട്ടുമാരെ ഞാനേ കൂട്ടു കരോളിനെ. ഇല്ലല്ലേ, 80+ കരോളാ, നിങ്ങൾ കൂട്ടാനൊന്നും പറ്റൂല. ശരിയാ, ഈ അപ്പൂ പറഞ്ഞ ശരിയാ. ഇത് 18+ കരോളാണ്, അതായത് പ്രായപൂർത്തിയായുള്ളവർക്ക് മാത്രമല്ലേ. ഉണ്ണൊന്നും കൂട്ടാൻ പറ്റൂല. ഞങ്ങൾ പോയിട്ട് വേഗം വരും. ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ഞാളെ കൂട്ടാൻ നിങ്ങൾ ഇവിടുന്ന് പോവോ? എന്താണ് ഓനോ ഓതല്ല ഇടുക്കുഞ്ഞിരിങ്ങി കുറച്ച് മര്യാദ നിന്നൂടെ. നമുക്ക് ഈ ചെക്കന്മാരെങ്ങനെ ഇവിടുന്ന് ഒഴിവാക്കണ്ടേ? നമുക്ക് ആഘോഷിച്ചൂടെ? ഒരു പാട്ടുകൂടി ഞാൻ വീട്ടിൽ പോവാം, അമ്മ വിളിക്കുന്നുണ്ട്. അപ്പൊ ഒരു കിടിലം പാട്ടോടെ നമ്മളെല്ലാരും പിരിയാണ്. അപ്പൊ ഓക്കെ എന്താടാ കുറുക്കനാണോ വെച്ചതോ? ചോയ പിടിച്ചിട്ടോ? ചെന്നി പിടിച്ചോടാ. പറയാവില്ലേ, ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവനിങ്ങനെയാണേ പൊലച്ച് നായിക്കളും. കരോളാണല്ലോ, നിങ്ങൾ 3 പേരുള്ളൂ. അപ്പൊ എങ്ങനെയാ, നമുക്ക് മധുരം കഴിച്ചാലോ? ഹാപ്പി ക്രിസ്മസ് ഒക്കെ അല്ലേ? എടാ മുട്ടായി എടുത്തേ. ഷുഗർ കുറച്ച് പഞ്ചാര വേണ്ട കഴിച്ചോളൂ. വേണ്ട
കൊടുക്ക് വേണ്ട 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 ഷുഗറാണ് വലിയ പ്രശ്നമാണ്. തിന്നിട്ടില്ലായാലും വലിയ പ്രശ്നമാവും. ഇത് ക്രിസ്മസ് ആണ്, വീടെല്ലാം ക്രിസ്മസ്. അപ്പൊ ഒരു മധുരം കഴിച്ചാലെങ്ങനെയാണ്? വാങ്ങുന്നില്ലല്ലോ, എങ്ങനെയെങ്കിലും എന്ത് വില കൊടുത്തു അത് വെള്ളം കുടിച്ചാൽ കളറാണ്. നിങ്ങൾ ഇത് തിന്ന് വാങ്ങിയിട്ട് വേണം ഞങ്ങൾക്ക് സാധനം ഇത് പോവാൻ. മണ്ടൻ കൊടാക്കി. ഞാനാ കൊള്ളാക്കുന്ന വിചാരിച്ചേ, കൊള്ളാക്കി പൊട്ടല്ലടാ. അപ്പൊ അതും പൊട്ടിനെ കയ്യിന്ന് പോയി പോരി. ആ ഇതാണല്ലോ പരിപാടി. എന്നെ പറ്റിച്ചു പോകേണ്ട പരിപാടിയല്ലേ. അല്ലടാ, അങ്ങനൊന്നുമില്ല. പ്രാങ്ക് ഷോ ഇപ്പൊ കാർട്ടൂണിൽ കമ്പനിക്കുണ്ട്, ഇപ്പൊ ഡിസ്കവറിൽ കമ്പനിക്കുന്ന ഞാൻ യൂട്യൂബ് ചാനൽ ഉണ്ട്. പ്രാങ്കാ Yes.